പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് റോൾ മോഡൽസ് ആകാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഒരു കുടുംബത്തിന്റെ അനുഗ്രഹമാണ് ഒരപ്പൻ. ഒരു കുടുംബത്തിന്റെ അനുഗ്രഹമാണ് ഒരപ്പൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മനുഷ്യന്റെയും മനസ്സിലെ നന്മയുടെ നിറവാണ് അമ്മ. ഏറ്റവും വലിയ ചാലകശക്തിയാണ് അമ്മ. നമ്മുടെ മക്കൾക്ക് നമ്മളെ കണ്ടു പഠിക്കാൻ എന്തെങ്കിലും വേണം. ഈ ലോകത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ 4ാം ക്ലാസ് മുതൽ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് എന്നെ കൊണ്ടു നടന്ന മനുഷ്യനാണ്. എവിടെ മത്സരത്തിന് ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറി നിൽക്കുമ്പോഴും ഓഡിയൻസിനിടയിൽ എൻ്റെ അപ്പനുണ്ടെങ്കിൽ ഞാൻ ജയിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ മറക്കത്തില്ല, അപ്പൻ്റെ ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടിരിക്കും. അടുത്തത് എന്നാന്ന് അപ്പൻ്റെ ചുണ്ടി നോക്കുമ്പോൾ എനിക്കറിയാം പറയാൻ. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി ഇലക്ഷന് നിന്നപ്പോൾ എൻ്റെ കോളേജിൻ്റെ മതിലുകൾ മുഴുവൻ എൻ്റെ ഫോട്ടോ പതിച്ച പോസ്റ്റർ ഒട്ടിക്കാൻ രാത്രി മുഴുവൻ ഉറക്കളച്ച് നടന്ന ഒരപ്പൻ്റെ മോളാ ഞാൻ. അതെ, ഞാൻ എന്തായിരിക്കുന്നോ അത് എൻ്റെ അപ്പനോട് ഞാൻ കടപ്പെട്ടിരിക്കുക. വേറെ ആരും എന്നെ അത്രയധികം സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ 2 ആൺമക്കളും അവരുടെ അപ്പനെ പോലെ. ശരിക്കും തന്തയ്ക്ക് പറഞ്ഞ പിള്ളേരെന്ന് പറയത്തില്ലേ, അവർ 2 സ്റ്റേജിൽ കയറത്തില്ല. കാരണം എൻ്റെ കെട്ടിയും കയറത്തില്ല. സംഭവം മനസ്സിലായില്ലേ? എൻ്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനാണ്. മൂത്ത മകന് അപ്പൻ്റെ കൂട്ടത്തിൽ ബിസിനസ്സാണ്, രണ്ടാമത്തെ ആളും വേറെ തരത്തിൽ ബിസിനസ്സാണ്. പക്ഷെ ഇവർ 2 പേരും കയറാറില്ല. പക്ഷേ എൻ്റെ മൂത്ത മകൻ്റെ 2 കുട്ടികൾ എന്നെക്കാളും നന്നായി പ്രസംഗിക്കും, എന്നെക്കാളും നന്നായി എഴുതും. അതിലൊരാൾ 3 പുസ്തകം എഴുതി കഴിഞ്ഞു. അവളുടെ പ്രായത്തിൽ ഞാൻ എഴുതിയിട്ടില്ല. ഇപ്പൊ ഞാൻ എഴുതി. പക്ഷെ അവളുടെ പ്രായത്തിൽ, അവൾക്കിപ്പോ 20 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 3 പുസ്തകം എഴുതി, പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന പുസ്തകം. അവൾ എന്നെക്കാളും നന്നായി കോമ്പയർ ചെയ്യും, എന്നെക്കാളും നന്നായി ക്ലാസ് എടുക്കും. രണ്ടാമത്തെ ആള് എന്നെക്കാളും നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യും. അവൾ എന്നെ പോലെ സൈക്കോളജിസ്റ്റ് ആകാൻ വേണ്ടി പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ മക്കളിലല്ല അത് ദൈവം തന്നത്, മകന്റെ മക്കളില്ല. അവരെന്റെ റൂം നിറയെ എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ ദ ബെസ്റ്റ് ഗ്രാൻഡ് മാ ഇൻ ദ വേൾഡ്. എനിക്ക് ലോകത്തിൽ കുറെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പലയിടത്തും, പക്ഷെ ഏറ്റവും നല്ല അവാർഡ് അതാണ്. എൻ്റെ കെട്ടിയോന് പെയിന്റ് ചെയ്യണമെന്നും പറഞ്ഞ് തുടങ്ങിയിരിക്കുക. കുശുമ്പ, വൃത്തികേടാ. കാരണം പുള്ളിയുടെ പേരില്ല. പുള്ളിയുടെ പേര് ഇച്ചിരി പാടുപെടും. ഞാൻ പറഞ്ഞു, കാലുമേ വെച്ച് അവിടെ ഇരുന്നാലൊന്നും ഇത് നടക്കുകയല്ലെന്ന് പറഞ്ഞു. കുറച്ച് കഷ്ടപ്പാടാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നറിയോ, തലമുറകളെ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് കുടുംബം നിർവഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മക്കളിൽ അല്ലെങ്കിൽ അതിന്റെ മക്കളിൽ, അല്ല അതിന്റെ മക്കളിൽ എവിടെങ്കിലും കൊടുത്താൽ കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ട് തലമുറകളെ അവശേഷിപ്പിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ ഇവിടുന്ന് പോകാൻ പറ്റണം. ഇപ്പൊ ബേസിലച്ഛന് സ്വാഗതം പറഞ്ഞപ്പോ പറഞ്ഞു, 60 വർഷങ്ങൾക്ക് മുമ്പ് പിടിയേരി പിരിച്ചും കഷ്ടപ്പെട്ടും നമ്മുടെ പൂർവികര് നടത്തിയ ഒരു സ്വപ്നത്തിന്റെ താഴ്വരയിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കണം, നെക്സ്റ്റ് 60 years കഴിയുമ്പോൾ ഇവിടെ ആരാണുള്ളത്? ഇവിടെ എങ്ങനാവും പെരുന്നാളുകൾ, നമ്മുടെ ആഘോഷങ്ങൾ? അതെ പ്രിയപ്പെട്ടവരെ, ബംഗാളികളെ കൊണ്ട് നടത്തേണ്ട ഒരു സ്ഥിതി പലയിടത്തും ഇപ്പോൾ ഉണ്ട്. ഈയിടെ ഒരു പള്ളിയിൽ ബംഗാളിയാണ് ഇതെല്ലാം എടുത്തത്, കൊടയും എല്ലാം. നമ്മൾ അവരെ വിളിച്ച് ചെയ്യിക്കണം, നമ്മുടെ പള്ളിയിൽ ഇല്ല ആരും എടുക്കാൻ. ആ അവസ്ഥയിലേക്ക് നമ്മൾ പോവുക. അതുകൊണ്ട് സമയം ഏതാണ്ട് 1 മണിക്കൂറാണ് പറഞ്ഞത്. ഇപ്പം 15 മിനിറ്റ് ഞാൻ അധിക പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേരെ. ഓക്കെ, സമയം നിങ്ങൾ മടുത്തോ? ഇല്ലല്ലേ? നല്ല മനുഷ്യര്. അതുകൊണ്ട് നമുക്ക് ഒരാത്മപരിശോധന എന്ന് ഞാൻ പറയുന്നു. ഏതെങ്കിലും വീട്ടിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. ഏതെങ്കിലും വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മുറിയിലല്ല ഉറങ്ങുന്നതെങ്കിൽ, ഏതെങ്കിലും വീട്ടിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ,
ഏതെങ്കിലും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ലെങ്കിൽ ആ വീട്ടിൽ പ്രശ്നം ഉറപ്പാണ്. പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് ഭക്ഷിക്കാൻ, ഒരുമിച്ച് ഉറങ്ങാൻ, ഒരുമിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. കാരണം ഈ മൊബൈലും മറ്റേതും വന്ന് നമ്മുടെ എല്ലാം ആ ഒരു ശ്രദ്ധ മാറി. ഇതൊന്നും വേണ്ടെന്നൊന്നും പറയില്ല, മൊബൈൽ നല്ലതാണ്. ഞാൻ ഈ അച്ഛൻ ഒറ്റ വിളിയെ എന്നെ വിളിച്ചിട്ടുള്ളൂ. സാധാരണ അച്ഛന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. ഗ്രേസ്ലാലാൻഡി ഓർമ്മയുണ്ടോ, ഞാൻ ബേസിലച്ഛനാണേ, ഓർത്തവണേ. ഈ അച്ഛൻ പറഞ്ഞിട്ടില്ല, ഒറ്റ വിളി. ഇല്ല അച്ഛാ, ഒറ്റ വിളിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് ഞാൻ എൻ്റെ ഫോണിനെ വിശ്വസിച്ചിറങ്ങിയതാ രാവിലെ. അതേലൊരു ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നു ഇന്നലെ. ആ ഒറ്റ മാപ്പ് വെച്ച് ഒരൊറ്റ പോക്കാ പോകുന്നത്. ഇടയ്ക്ക് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ദൈവമേ ഈ പെണ്ണെ എവിടാ കൊണ്ടുപോകുന്നോന്ന്. ഏതായാലും വന്നിങ്ങ. അപ്പൊ ഫോൺ മോശമാണെന്ന് ഞാൻ പറയില്ല. ഞാൻ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നയാളാ, ആരെയും കണ്ടോടൊന്നുമല്ല പോകുന്നത്. അതെ, അടുത്ത ആഴ്ച എനിക്ക് നെയ്യാറ്റിങ്കര ഒരു പള്ളിയിൽ 3 ദിവസത്തെ ഒരു പരിപാടിയാണ്. എനിക്കറിയില്ല പള്ളി എവിടെയാണെന്നൊന്നും. ഈ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞാൻ പോകുന്നത്. കഴിഞ്ഞ് മസ്കറ്റിലെ ഓർത്തഡോക്സ് പള്ളിയിൽ എനിക്ക് അടുത്ത 15, 16, 14, 15 പരിപാടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ, ആരെയും കണ്ടിട്ടില്ല, മൊബൈലിൽ വന്ന ഫോട്ടോയെയും അതിനെയൊക്കെ വിശ്വസിച്ച് ലോകം മുഴുവൻ പോകുന്നയാളാണ് ഞാൻ. ഇത് മോശമെന്ന് ഞാൻ പറയില്ല. പറഞ്ഞു മനസ്സിലായോ? ഒരു സാധനം പേന എഴുതാനുള്ളതാണ്, അത് കുത്താൻ ഉപയോഗിച്ചാൽ അത് അഴുക്കാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഫോൺ നല്ലതാണ്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് മോശമാവും. റീൽസ് എൻ്റെ അമ്മോ, ഈ പിള്ളേരൊക്കെ ഇതിന് അടിമകളായിട്ട് മാറുകയാണ്. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണാം, ആവശ്യമുള്ള സമയം ഉപയോഗിക്കാം. എല്ലാത്തിനും നോന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ഇത് നിങ്ങളെ കീഴടക്കരുത്, നിങ്ങൾ അതിനെ കീഴടക്കണം. പറഞ്ഞു മനസ്സിലായോ? നിങ്ങളെ അത് കീഴടക്കരുത്. അതിനകത്ത് പറയുന്നതെല്ലാം വെച്ചിട്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവന്റെ കൂടെ പോവുക, ഇറങ്ങിപ്പോവുക, കണ്ടിട്ടില്ലാത്തവരെ വിശ്വസിക്കുക. വീട്ടിലെ അപ്പന് മനസ്സിലാകത്തില്ല, അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല, പിന്നെ ഇൻസ്റ്റായി കണ്ടവനാ എല്ലാം മനസ്സിലാകുന്നു. എന്തൊരു വിശ്വാസം അത്, അല്ലേ? തമ്പുരാനി പോലും ഇത്ര വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തുമ്പോൾ ദൈവവിശ്വാസത്തിൽ വളർത്തുക. യെസ് എന്ന് പറയേണ്ടടുത്ത് എസ് എന്ന് പറയാനും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനും അവരെ പ്രാപ്തരാക്കുക. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും അവർ ദൈവ മക്കളായി ജീവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാനിതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നല്ല പിള്ളേരായി വളരുക. മാതാപിതാക്കള് അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, അങ്ങനെ ഈ പ്രദേശം, ഈ ഇടവക അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിർത്തിക്കോട്ടെ. എല്ലാവിധ ആശംസകളും നന്മകളും ഞാൻ നേരുകയാണ്. തിരുമേനിക്ക് ഇത്രയും നേരം എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതിന് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായി ഞാനതിനെ കരുതുകയാണ്. തീർച്ചയായും തിരുമേനിയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ബേസിലച്ഛനോട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ വാട്സാപ്പിൽ അച്ഛൻ്റെ ഫോട്ടോ ഒന്ന് നോക്കി, ഇതാണ് അച്ഛൻ എന്ന് മനസ്സിൽ കോറിയിട്ടിറങ്ങിയതാണ്. എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുകയാണ്. എന്നാലും എന്നെ വിളിച്ചതിന്, നിങ്ങളോട് സംസാരിക്കാനായി എന്നെ അനുവദിച്ചതിന്, എവിടുന്നോ എൻ്റെ നമ്പർ കണ്ടെത്തിയതിന് ഞാൻ അച്ഛനോടും നന്ദി പറയുകയാണ്. ഈ ഇടവകയിലെ ട്രസ്റ്റിയോട്, സെക്രട്ടറിയോട്, ഭാരവാഹികളോട്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരെയും ദൈവത്തിരുമുമ്പിൽ ആ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം അവിടുന്ന് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആവലാതികൾ, നിങ്ങളുടെ നൊമ്പരങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ എല്ലാം അവിടുത്തെ തിരുമുമ്പിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ, ദൈവം നിങ്ങൾക്ക് ആശ്വാസം തരട്ടെ, ദൈവം നിങ്ങൾക്ക് സമാധാനം തരട്ടെ, അവിടുന്ന് നിങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണേ എന്ന് പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ദൈവനാമം മഹത്വപ്പെടട്ടെ.